നിനക്കായി മാത്രം ഭാഗം 18. റാംസാർ, അവൻ അത്ഭുതത്തോടെ വിളിച്ചുകൊണ്ട് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകൾ വിശ്വാസമില്ലാത്തതുപോലെ മിഴിഞ്ഞുപോയി. കണ്ണുകൾ പോലും കള്ളം പറയുന്നത് പോലെ. വൈ ഡോണ്ട് യു ഇൻവൈറ്റഡ് മീ ഹരി? അല്പം തമാശയോടെയും എന്നാൽ കാര്യത്തിലും റാംസാർ അവനോട് ചോദിച്ചു. ശരിയാണ്, സാറിനോട് താൻ വരണമെന്ന് പറഞ്ഞില്ല, ഈ പരിപാടി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞില്ല, തനിക്ക് കോളേജിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് എന്ന കാര്യം പറഞ്ഞില്ല. ആ ഓർമ്മയിൽ അവന് സ്വയം ഒരു കുറ്റബോധം തോന്നി. എല്ലാം സാറിനോട് പറയേണ്ടതായിരുന്നു, കാരണം തന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആളോട് പറയാതിരുന്നത് മോശമായിപ്പോയി എന്നവന് തോന്നി. സാർ, ഐ ഐ അവന് തിരികെ പറയുവാൻ വാക്കുകൾ പുറത്തേക്ക് വരില്ലായിരുന്നു. സങ്കടം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മനസ്സിനെ അതൊന്നാകെ വരിഞ്ഞു മുറുകിയതും അവൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ഒരാശ്രയത്തിനെന്നതുപോലെ അവൻ ശ്രീറാമിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അയാൾ അവനെ ഒരു അനുജനെ പോലെ ചേർത്ത് പിടിച്ചു. അന്ന് ശ്രീറാം അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോകൾ എടുത്തു. കോളേജിൽ തന്നെ പഠിപ്പിച്ച സാറന്മാരെയും എല്ലാവരെയും അവൻ ശ്രീറാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിലൊരുപാട് പേർക്ക് അയാളെ മുൻപരിചയമുണ്ടെന്ന് അവനിൽ അത്ഭുതം നിറച്ച കാര്യമായിരുന്നു. ഇത്രയും വലിയൊരാളുടെ കൂടെ താൻ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നത് എന്നത് അവനിൽ ഒരേ സമയം സന്തോഷവും അഭിമാനവും നിറഞ്ഞു. അന്ന് ശ്രീറാമിൻ്റെ കൂടെ ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുമ്പോൾ അവൻ തൻ്റെ ജീവിതം മുഴുവൻ അയാളുടെ മുന്നിൽ തുറന്നു കാട്ടി. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവരില്ലാത്തതുപോലെ കഴിയുന്ന ഹരിക്കും. ജനിച്ചപ്പോൾ മുതൽ അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്നറിയാത്ത ശ്രീറാമിനും രണ്ടു പേർക്കും അവരുടെ ദുഃഖവും വിഷമങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അന്ന് ശ്രീറാമിനോട് അതെല്ലാം ഹരി തുറന്നു പറഞ്ഞപ്പോൾ അവർ കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. ശ്രീറാമിന് ഹരിയോട് ഒരു അസിസ്റ്റൻ്റ് എന്നതിലുപരി ഒരു അനുജനോടെന്നതുപോലെയുള്ള സ്നേഹം തോന്നി തുടങ്ങി. തിരികെ മുംബൈയിലേക്ക് ചെന്നതിന് ശേഷമാണ് രണ്ടുപേരും ബദ്രിനാഥിലേക്കുള്ള യാത്ര തിരിച്ചത്. ശ്രീറാം ഒരു തവണ അവിടെ പോയിട്ടുള്ളതാണ്. അയാൾ പറഞ്ഞു കേട്ട അറിവ് വെച്ച് ഹരിക്ക് അവിടെ കാണാൻ ഒരുപാട് ആകാംക്ഷയും ജിജ്ഞാസയും തോന്നിപ്പോയി. ഭൂമിയിലെ സ്വർഗം എന്നാണ് ബദ്രിനാഥിനെ ശ്രീറാം ഹരിക്ക് വർണ്ണിച്ചു കൊടുത്തത്. അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ ഹരിയുടെ മനസ്സിലാകെ സമാധാനം വന്ന് നിറയുകയായിരുന്നു. യാതൊരു ചിന്തകളുമില്ല. മനസ്സും ശരീരവും ഒരുപോലെ ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ഭംഗിയെക്കുറിച്ചും മാത്രം ചിന്തിച്ചായിരുന്നു ഇരുന്നിരുന്നത്. യാത്രയിൽ ശ്രീറാം മുൻപ് അവിടെ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഓരോ അനുഭവങ്ങളും വിവരണങ്ങളും ഒക്കെ പറയുന്നത് അവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അവന് പുതിയ അറിവായതുകൊണ്ട് തന്നെ ഹരിക്ക് അവയെല്ലാം കേൾക്കാൻ വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീറാമിൻ്റെ കൂടെയുള്ള ഒരുപാട് നല്ല സമയങ്ങൾക്ക് ശേഷമായിരുന്നു ട്രെയിൻ ഡൽഹിയിലെത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് ഋഷികേശിലേക്ക് ട്രെയിൻ കയറണം. അവിടെ നിന്ന് വീണ്ടും ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴാണ് ബദ്രിനാഥ് ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുക. അഥവാ വഴിയിൽ മഞ്ഞ് മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോയോ മറ്റു വണ്ടികളോ ഒന്നും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല. ഡൽഹിയിൽ എത്തിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ഷീണിച്ചിരുന്നത് കൊണ്ട് അവിടെ ഒരു റൂമെടുത്ത് അന്നത്തെ ദിവസം തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ഋഷികേശിലേക്ക് പോകാം എന്നാണ് ശ്രീറാം പറഞ്ഞിരിക്കുന്നത്. പിറ്റേ ദിവസം ബദ്രിനാഥ് ക്ഷേത്രം കണ്ടപ്പോൾ ഹരിയുടെ ഉള്ളിൽ എന്താണ് തോന്നിയതെന്ന് അവന് തന്നെ അനിർവചനീയമായിരുന്നു. ആ ക്ഷേത്രവും അതിനോട് ചേർന്നൊഴുകുന്ന അളകനന്ദ നദിയും അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കേവലം വർഷത്തിൽ 6 മാസം മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രം വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പോലും വല്ലാത്തൊരു ഭംഗിയാണ്. ഒരു തവണ വന്നാൽ വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അവിടെ ഉണ്ടെന്ന് തോന്നിപ്പോയി ഹരിക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടിയോളം ഉയരത്തിലുള്ള ഈ ക്ഷേത്രം ശരിക്കു പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. അവിടെ നിന്ന് ഒരുപാട് നല്ല നല്ല ഫോട്ടോഗ്രാഫുകൾ ഹരിക്ക് തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയെടുക്കാൻ സാധിച്ചു. അവിടുന്ന് തിരികെ പോരുമ്പോൾ ഹരിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. എന്നിരുന്നാലും ഇനിയും ഒരിക്കലെങ്കിലും ഇങ്ങോട്ടേക്ക് തിരികെ വരണമെന്നത് ഹരി പോരുമ്പോൾ മനസ്സിൽ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. ഹരി, there is a mystic yet unbelievable stories behind this temple. Do you know that? ചെറിയൊരു പുഞ്ചിരിയോടെ പറയുന്ന ശ്രീറാമിനെ ഹരി അത്ഭുതത്തോടെ ഒന്ന് നോക്കി. ഇനി പറയാൻ പോകുന്നത് ഒരു ഐതിഹ്യ കഥയാണ്. ബദ്രിനാഥിനെ കുറിച്ച് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അതങ്ങനെ വായിച്ചപ്പോൾ നിങ്ങളും കൂടെ വായിക്കട്ടെ എന്ന് കരുതി. പിന്നെ ചിലർക്കൊക്കെ ഇതറിയായിരിക്കും, എങ്കിലും ഇതിവിടെ കിടക്കട്ടെ. വായിക്കാൻ പറ്റുന്നവർ വായിക്കുക, ഇല്ലാത്തവർ സ്കിപ്പ് അടിച്ചോളൂ. ശിവനും പാർവതിയും അധിവസിച്ചിരുന്നത് ബദ്രിനാഥിലാണ്. ഒരു ദിവസം ശിവനും പാർവതിയും നടക്കാനിറങ്ങി. കുറച്ചു നേരം നടന്നൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഉമ്മറത്തായിട്ട് ഒരു കുഞ്ഞ് കരഞ്ഞോണ്ട് നിൽക്കുന്നത് അവർ കണ്ടു. കരയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ദേവിയുടെ മാതൃത്വം ഉണർന്നു. കുഞ്ഞിനെ ചെന്നെടുക്കാൻ അവർ തിടുക്കപ്പെട്ടു. കുഞ്ഞിനെ തുടരുത്. ശിവൻ പാർവതി അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ പാർവതിയെ തടഞ്ഞുകൊണ്ടെന്ന പോലെ പറഞ്ഞു. അങ്ങ് ഇത്ര ഹൃദയശൂന്യനായി പോയല്ലോ, ഇപ്രകാരം പറയാൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞ് ഒരേ സമയം ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തു പാർവതി. ഇതൊരു സാധാരണ കുഞ്ഞല്ല. ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് എന്തിനെ നമ്മുടെ വീട്ടുപടിക്കൽ വന്നു? മഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന ഈ വഴിത്താരയിൽ മറ്റാരെയും കാണുന്നില്ലല്ലോ. അച്ഛനമ്മമാരുടെ കാലടയാളങ്ങളോ പോലും ഇവിടെ എങ്ങും കാണുന്നില്ല. യാതൊരു സംശയം വേണ്ട, ഇതൊരു അസാധാരണ ശിശുവാണ്.
ശിവൻ പാർവതിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്നോണം പറഞ്ഞു നോക്കി. പക്ഷേ പാർവതിയിൽ മാറ്റമൊന്നുമില്ല. ഒരു കുഴപ്പവും ഉണ്ടാകില്ല സ്വാമി. ഞാനൊരമ്മയല്ലേ. എനിക്ക് കുഞ്ഞിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. ഒരു മനുഷ്യജീവി പോലും ഇല്ലാത്ത ഈ മലയിടുക്കിൽ, ഈ കൊടും തണുപ്പത്ത് ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ഞാൻ കളയും? ഇത് പറഞ്ഞ് ദേവി കുഞ്ഞിനെയും എടുത്ത് വീടിനുള്ളിലേക്ക് പോയി. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. നമുക്ക് വരുന്നിടത്ത് വെച്ച് ബാക്കി കാണാം. കുഞ്ഞാണെങ്കിൽ പാർവതിയുടെ മടിയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ശിവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. പാർവതി ഭക്ഷണമൊക്കെ നൽകി കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ശേഷം അവനെ വീട്ടിലിരുത്തിയിട്ട് പരമശിവനോടൊപ്പം അടുത്തുള്ള അരുവിയിലേക്ക് കുളിക്കാനായി പോയി. മടങ്ങിയെത്തിയപ്പോൾ വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതും പാർവതി വല്ലാതെ പരിഭ്രമിച്ചു. ആരാണിത് ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ എടുക്കരുതെന്ന്. അനുസരിക്കാതെ കുഞ്ഞിനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഇതാ അവൻ ഉള്ളിൽ നിന്നും മുറി പൂട്ടിയിരിക്കുന്നു. ശിവൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വാമി? പാർവതി വിഷമത്തോടെ ചോദിച്ചു. അത് സാക്ഷാൽ മഹാവിഷ്ണു ആയിരുന്നു. മഹാവിഷ്ണുവിന് ആ സ്ഥലം നന്നേ ബോധിച്ചു. അവിടെ തന്നെ തപസ്സിരിക്കണം എന്ന പിടിവാശിയായിരുന്നു അദ്ദേഹത്തിന്. അതിനായിട്ട് മെനഞ്ഞെടുത്തൊരു തന്ത്രമായിരുന്നു അത്. ശിവന് 2 പോംവഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കൺമുൻപിൽ തന്നെ എല്ലാം അഗ്നിക്കിരയാക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടം കണ്ടുപിടിച്ച് അവിടേക്ക് പോകുക. നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം. ഈ കുഞ്ഞ് നിനക്ക് ഏറെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് എനിക്കവനെ ഉപദ്രവിക്കാനാകുകയില്ല, അദ്ദേഹം പാർവതിയോട് പറഞ്ഞു. ഇങ്ങനെയാണ് ശിവന് സ്വന്തം വാസസ്ഥലം നഷ്ടമാകുന്നതും ശിവനും പാർവതിയും പിന്നീട് അന്യാധീനരാകുന്നതും. താമസിക്കുന്നതിന് അനുയോജ്യമായൊരിടം തേടി അവർ ഒരുപാട് നടന്നു. ഒടുവിൽ കേദാർനാഥിലെത്തുകയും അവിടെ താമസമുറപ്പിക്കുകയാണ് ചെയ്തത്. റാംസാർ പറയുന്നത് കേട്ടതും ഹരി അത് വളരെ അത്ഭുതത്തോടെയാണ് കേട്ടിരുന്നത്. റാം അങ്ങനെ ഒരുപാട് കഥകളും പുരാണങ്ങളും ഒക്കെ പറയും. അതൊക്കെ ഹരിയോട് പറയുകയും ചെയ്യും. ശരിക്ക് ഒരു ഓൾ ഇൻ വൺ പാക്കേജ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതുപോലെ തന്നെ തിരികെ പോകുമ്പോഴും റാം ഹരിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു. തിരികെയുള്ള യാത്രയിൽ റാംസാർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹരിക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചിരുന്നു. കാരണം ഇപ്പോൾ ഹരിക്ക് ബദ്രിനാഥ് എന്താണെന്നറിയാം. അവിടെയുള്ള രീതികൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് റാംസാർ പറയുന്ന ഓരോ കാര്യങ്ങളും അവന് കൺമുൻപിൽ എന്നതുപോലെ ഓർത്തെടുക്കാനും കണ്ടതുപോലെ കാണാനും കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി യാത്രകൾ. ബദ്രിനാഥ്, കേദാർനാഥ്, ഹിമാലയം, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ. പോകാൻ ഒരു അത്യുഗ്രൻ പ്ലാൻ തന്നെ ശ്രീറാമും ഹരിയും ചേർന്നുണ്ടാക്കിയിരുന്നു. പക്ഷേ അപ്പോഴാണ് അവന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയത്. ഇപ്പോൾ നാട്ടിലേക്ക് പോയില്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റെ അച്ഛനെ കൊണ്ട് നാട്ടിലുള്ള എല്ലാവർക്കും ആകെ പ്രശ്നമാകും. നാടിൻ്റെ ഒരു ഭംഗിയും പ്രധാന ആകർഷണവും തന്നെ ആ സ്ഥലമാണ്. അതില്ലാതെയാക്കാൻ അറിഞ്ഞുകൊണ്ട് താനും കൂട്ടുനിൽക്കാൻ പാടില്ല എന്നൊരു നിലപാടായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ ബദ്രിനാഥ് യാത്രയ്ക്ക് ശേഷം അവൻ നേരെ നാട്ടിലേക്ക് എത്തണം എന്നുള്ളത് മനസ്സിൽ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അങ്ങനെ ഇന്നാണ് ഹരി വീണ്ടും 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത്. എത്തുന്നതിന് മുന്നേ തന്നെ അവൻ സിബിൻ സാറിനെ വിളിച്ച് താൻ നാട്ടിലേക്ക് പോവുകയാണ് എന്ന കാര്യം പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ സിബിൻ സാറും നാട്ടിലുണ്ടെന്നറിഞ്ഞപ്പോൾ അവന് സഹായത്തിനൊരാളുണ്ടല്ലോ എന്ന ചിന്തയായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് എത്തുമ്പോൾ നിയമത്തിൻ്റെ എല്ലാ വശവും അറിയുന്ന ഒരു തികഞ്ഞ വക്കീലായി തന്നെയായിരുന്നു ഹരി വണ്ടി കയറിയത്. പതിവ് പോലെ തന്നെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ അച്ഛനും അമ്മയും എന്തായാലും തനിക്കെതിരായിരിക്കും എന്നുള്ളതിന് അവന് സംശയമില്ലായിരുന്നു. എന്തൊക്കെയായാലും തനിക്കിപ്പോൾ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വരുമാന മാർഗമുണ്ട്. തൻ്റെ പ്രൊഫഷനും പാഷനും ഒരുപോലെ കൊണ്ടുപോകാനുള്ള ധൈര്യവും കഴിവും തനിക്കിപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അച്ഛൻ്റെയും അമ്മയുടെയും ആട്ടും തുപ്പും കേട്ട് തനിക്ക് അവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാനും ഹരി ഭാവിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് അച്ഛനും അമ്മയുമാണ്. ഒരു മകനുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ കർത്തവ്യമായിരുന്നു. പക്ഷേ അത് നിർവഹിക്കാത്ത പക്ഷം അവർ ഒരിക്കലും ഒരു നല്ല അച്ഛനും അമ്മയും ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തനിക്കൊരു സ്നേഹവും ബഹുമാനവും വേണ്ട. പക്ഷേ ഈ ലോകത്തിൽ താൻ അനുഭവിച്ച വേദനയ്ക്കും ദുഃഖത്തിനും പകരമായിട്ട് എന്തെങ്കിലും അവരിൽ നിന്ന് തനിക്ക് തിരിച്ചു ലഭിക്കണം. അങ്ങനെയൊരു ചിന്ത അവനിലുണ്ടായിരുന്നു. തൻ്റെ എൻറോൾമെൻറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. കോളേജിൽ നിന്ന് പാരൻസിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചു കാണണം. എന്നിട്ട് പോലും അതിനെക്കുറിച്ച് അച്ഛനോ അമ്മയോ ഒന്ന് തിരക്കി വന്നിട്ടില്ല. അതിനുശേഷം താൻ എന്ത് ചെയ്യുന്നു എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർക്കതിനുള്ള ആഗ്രഹമോ താല്പര്യമോ ഇല്ലായിരിക്കും. ട്രെയിനിലിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി ചിന്തകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. പക്ഷേ ഈ തവണത്തെ പോക്ക് ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കാനോ തോറ്റുകൊടുക്കാനോ ആവില്ല. കഴിഞ്ഞ തവണ ആരും അറിയാതെ ചെയ്ത ജോലികളെല്ലാം ഇപ്പോൾ താൻ തൻ്റേതായ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് ചെയ്യും എന്നുള്ളത് ഹരി തീരുമാനിച്ചിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഹരി നാട്ടിലെത്തി. കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ടു. പിന്നെ നേരെ മംഗലത്ത് തറവാട്ടിലേക്ക് പോകുന്ന വഴി കണ്ടമൊക്കെ നിരപ്പാക്കി അവിടെ തറ കെട്ടുവാനുള്ള കുഴിയൊക്കെ എടുത്ത് നിൽക്കുന്ന JCBയും മറ്റുമൊക്കെ.
വീണ്ടും മാറി വന്നിരിക്കുന്ന സെക്യൂരിറ്റിയുടെ ആരാണെന്ന ചോദ്യത്തിന് ഹരിയുടെ നോട്ടം മാത്രമായിരുന്നു മറുപടി. അകത്തേക്ക് കയറി ഉമ്മറത്ത് സോഫയിലിരിക്കുന്ന അച്ഛനെ അവൻ കണ്ടില്ലെന്നും തന്നെ നടിച്ചു. പുച്ഛത്തോടെ തന്നെ നോക്കുന്ന അച്ഛനെ അവൻ ധൈര്യത്തോടെ തിരികെ നോക്കി. അതിൽ അച്ഛൻ്റെ ചുണ്ടിലെ പുച്ഛച്ചിരി മാഞ്ഞു പോകുന്നത് അവൻ തിരികെ ഒരു പുച്ഛത്തോടെ തന്നെ നോക്കിക്കണ്ടു. മുറിയിലേക്ക് കയറുമ്പോൾ എതിരെ വരുന്ന അമ്മയെയും അവൻ കണ്ടില്ലെന്ന് നടിച്ചു. ഒന്ന് കുളിച്ച് ഫ്രഷായി. രാവിലെ കയറിയതാണ് ട്രെയിനിൽ. എത്തിയപ്പോൾ വൈകിട്ട് 3 മണിയായിട്ടുണ്ട്. ഇന്നെന്തോ പതിവില്ലാതെ വല്ലാത്ത ക്ഷീണം തോന്നി. അവൻ കുളിച്ചു കഴിഞ്ഞ് അല്പനേരം ഒന്ന് കിടന്നു. കിടന്നപ്പോൾ തന്നെ വൈകിട്ട് ഒന്ന് അമ്പലത്തിൽ പോയി കളയാം എന്നവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.